വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഇന്നത്തെ ബോട്ടത്തിന്റെ വീഡിയോ കേട്ടോ. നല്ല കുറേ ഷെയ്ഡ്സ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് സിൽക്ക് ബോട്ടം ആണ്. നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ നല്ല കുറേ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സൈറ്റിലോട്ട് ആഡ് ചെയ്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് പുതിയ കളേഴ്സ് വരുന്ന അനുസരിച്ച് ഞാൻ ആഡ് ചെയ്ത് വിട്ടോളാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഷെയ്ഡ്സിനെ ഞാൻ അല്ലാതെ തന്നെ കാണിക്കാം കേട്ടോ. കുറേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ കളറിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ചിലപ്പോൾ ഒരിക്കലും ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ പറയാം. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ വേരിയേഷനിൽ ഇട്ടാലും വലിയ പ്രശ്നമില്ല. കാരണം ലൈറ്റോ ഡാർക്കോ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ നമുക്ക് ബോട്ടം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല മൂവിങ് ഉള്ള ഐറ്റം കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാവേ. ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ്. ഇതിന് കളറിന് വലിയ വേരിയേഷൻ ഇല്ല കേട്ടോ. ഇങ്ങനെ ഏകദേശം ഈ കാണുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരുന്ന അല്ലെങ്കിൽ ലാവൻഡർ പോലത്തെ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഒനിയൻ പിങ്കിന് ലൈറ്റ് ഡാർക്ക് അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സിനോട് ഇത് മാച്ച് ചെയ്തിടാൻ പറ്റും. അപ്പോൾ മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. കാരണം ഒത്തിരി നാളായിട്ട് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. ഭയങ്കര നല്ല ഒരു റെസ്പോൺസ് ഉള്ള ഐറ്റമാണ്. ഇതല്ലേ, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. മെറ്റീരിയൽ ഇടാനും നല്ല സുഖമാണ്. സിൽക്കിൻ്റെ തന്നെ നല്ല ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. ബോട്ടത്തിൻ്റെ ഇവിടം കൊണ്ടാണേലും ഇതൊക്കെ ആട്ടോ മെയിനായിട്ട് ഈ ഒരു ഐറ്റം ഇത്ര ഹിറ്റാവാൻ കാര്യം. ഒരുപാട് അങ്ങനെ ലൂസും അല്ല, എന്നാൽ ഭയങ്കര ടൈറ്റായിട്ടും കിടക്കത്തില്ല. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആണ്. ഇത്രയും വീതിയാണ് ഇതിന് വരുന്നത്. ഏകദേശം ഒരു 38-39 ഒക്കെ ലെങ്ത്. അതിന് എബോവ് കിട്ടുന്നത് കൊണ്ട് കേട്ടോ. ചെറിയ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. എന്നാലും ഏകദേശം അത്രയും നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും കിട്ടുന്ന ഒരു ഐറ്റം ഇത്. വേസ്റ്റ് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ ഇത്രയും ചെറിയ പോർഷനിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പടി പോലെ കൊടുത്തിരിക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് എലാസ്റ്റിക് പാറ്റേൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇത് ഇടാനായിട്ട്. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. സൈസസ് കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പം സൈറ്റിൽ കയറിയിട്ട് കളേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ബോട്ടത്തിൻ്റെ സെക്ഷനിൽ നോക്കിയാൽ മതി. അതിൽ കളേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഫസ്റ്റ് കളർ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇങ്ങനെ അടുപ്പിച്ച് കാണുമ്പോൾ ഏകദേശം ഷെയ്ഡാണ്. ഒരു ഓനിയൻ പിങ്കിൻ്റെ നല്ല കളറില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും നല്ല റീസണബിൾ ആണ്. നേരത്തെ വന്നതിനേക്കാളും ഒരുപാട് റേഞ്ച് കുറഞ്ഞാണ് ഇപ്പോൾ വന്നേക്കുന്നത്. 490 രൂപയുള്ളൂ 490. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്. പാരറ്റ് ഗ്രീൻ അല്ലല്ലേ, എനിക്ക് ലൈറ്റ് ഷെയ്ഡാണ്. ലീഫ് ഗ്രീൻ്റെ ഒക്കെ ഷെയ്ഡ് അടുപ്പിച്ച് കാണിക്കാം കേട്ടോ. ഓരോന്നും അടുപ്പിക്കുമ്പോൾ ഉള്ള ഏകദേശം ഷെയ്ഡാണ് കുറച്ചുകൂടെ മാച്ച് ആവുന്നത്. ചെറിയ കളർ വ്യത്യാസങ്ങൾ എന്തായാലും വരും. നിങ്ങൾ ഏകദേശം ഇങ്ങനെ ഇപ്പോൾ ഉള്ള കളറാണ്. കുറച്ചൊരു യെല്ലോ ടോൺ എവിടെയോ മാറി മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് നോർമലി ഉള്ളതുമായിട്ട് ഇങ്ങനെ പല കളേഴ്സുമായിട്ടൊക്കെ മിക്സ് ചെയ്തിടാൻ പാകത്തിന് അങ്ങനെ എടുത്താൽ മതി. പിന്നെ സെയിം ടോണിൽ എടുക്കുന്നതാണേലും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലൈറ്റോ ഡാർക്കോ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല മെറ്റീരിയൽ ആട്ടോ. ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. അപ്പോൾ ഇതിൽ സൈസസ് വരുന്നത് XL, XXL, 3XL ആണ് സൈസസ്. നിങ്ങൾ നോർമലി കുർത്തയ്ക്കൊക്കെ എടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ XL എടുത്തിട്ട് വേണമെങ്കിൽ മീഡിയംകാർ ഉപയോഗിക്കുന്നവരുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവർക്കും തന്നെ പറ്റും. ഇത് കണ്ടല്ലോ, ഇത്രയും എലാസ്റ്റിക് ഇത് കൊടുത്തേക്കുന്നതുകൊണ്ട് മീഡിയം തൊട്ടുള്ളവർക്കും പറ്റുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ സാധാരണ എടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ആ ഒരു മീഡിയം ലാർജ് വേണ്ടവരും XL തന്നെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ വലിയ സൈസ് വേണ്ടവർക്കും ഞാനിത് താമസിക്കാതെ കൊണ്ടുവരാം. അപ്പോൾ അതിൽ എല്ലാ ഷെയ്ഡ്സും ഒന്നും വരത്തില്ല. എനിക്ക് തോന്നുന്നു മെയിൻ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ കാണുള്ളൂ. ഉള്ളത് ഞാനിത് സൈറ്റിലോട്ട് പിന്നെ ആഡ് ചെയ്തേക്കാം. ഇനി നിങ്ങൾ ബോട്ടം വേണ്ടപ്പം സൈറ്റിൽ തന്നെ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. എല്ലാം സെയിം റേറ്റ് കേട്ടോ, 490. നമുക്ക് അടുത്തൊരു പീച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പീച്ചിലൊക്കെയാണ് ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം കുറച്ച് ഷെയ്ഡ്സ് ഇങ്ങനെ കാണിച്ചു തരാൻ വരുന്നതനുസരിച്ച് ഞാൻ സൈറ്റിൽ ആഡ് ചെയ്തോളാം. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് ഇതുപോലെ വലിയ വേരിയേഷൻ ഇല്ലെന്ന് തോന്നുന്നു. നല്ല ഷെയ്ഡ് കേട്ടോ. ഇപ്പോൾ ഏകദേശം കാണുന്നതാണ് ഏകദേശം സെയിം കളറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. 38-39 ഒക്കെ മേളിൽ ലെങ്ത് വരുന്നുണ്ട് എല്ലാത്തിനും. വേറെ വ്യത്യാസമൊന്നുമില്ല. സൈസ് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അടുത്താണ് ഇത് നല്ല പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാട്ടോ. ഇതിൽ കാണുമ്പം കുറച്ചുകൂടെ ഡാർക്കറായിട്ട് തോന്നിക്കുന്നുണ്ട്. അതായത് നേരിട്ട് ഇതിൻ്റെ അകത്ത് അത് കിട്ടണില്ല. നമ്മുടെ നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂ ഇല്ലേ, ചെറിയൊരു പീക്കോക്ക് ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഇതിൽ കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ ആണ്. ഈ ഒരു ഷെയ്ഡ് എങ്ങനെയാണെങ്കിലും കിട്ടത്തില്ല കേട്ടോ. പക്ഷേ ഇത് കുറേ ഷെയ്ഡ്സിൻ്റെ മാച്ച് ചെയ്യും. ഇത് നമ്മുടെ ഗ്രീൻ്റെയും ഒക്കെ കൂടെ നന്നായിട്ട് മാച്ച് ആവുന്നൊരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു കളറായത്. ഈ ഒരു ഷെയ്ഡും ഗ്രീനും കൂടെ ഭയങ്കര എടുപ്പാണ്. അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോയുടെ കൂടെ മജന്തയുടെ കൂടെ അങ്ങനെയൊക്കെ ഇടാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. പിന്നെ സെയിം കളർ തന്നെ നോക്കിയിട്ടാണെങ്കിൽ ചെറിയ വേരിയേഷൻ വരുമായിരിക്കും. ബ്ലൂവിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാതെ നോർമൽ ബ്ലൂ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും എടുത്തോ കേട്ടോ. അടിപൊളി കളറായത്. വേറെ ബാക്കിയെല്ലാം സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അത്ര പെർഫെക്റ്റ് ആട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അത്രയും നന്നായിട്ട് ചെയ്തെടുത്തേക്കുന്ന ഐറ്റം. അപ്പോൾ ഇതിൻ്റെയും റേറ്റ് സെയിം ആണ് 490. നല്ല ആഷ് കളറാട്ടോ. ഈ ആഷ് കളറും ഒരുപാട് കളേഴ്സുമായിട്ട് മാച്ച് ചെയ്ത് പൊക്കോളും. മെയിനായിട്ട് നമ്മൾ ബ്ലാക്ക് വൈറ്റ് ഒക്കെ എടുക്കുന്നില്ലേ, ബ്ലാക്ക് വൈറ്റ് ചിക്ക് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് എടുക്കുന്ന ഷെയ്ഡ് ഇതാ. ബോട്ടത്തിന് എപ്പോഴും നമുക്ക് ഒരുപാട് ഷെയ്ഡിൻ്റെ കൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളറാണിത്. അപ്പോൾ ഇത് ലൈറ്റ് ആഷ് ആട്ടോ. എനിക്ക് തോന്നുന്നു ആഷിലും ഡാർക്കും ഒക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സൈറ്റിൽ നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി.
കാണാമല്ലോ. ഏകദേശം സെയിം കളർ കേട്ടോ, വലിയ വ്യത്യാസമില്ല. കുറച്ച് ബ്ലൂ കളർ കൂടുതലുണ്ടോ? നോർമൽ ഒരു ലൈറ്റ് ആഷ് കളർ കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ അടുത്ത് കാണാം. അപ്പോൾ ഇതും ഒരു ഗ്രീനിഷ്, ഒരു ചിക്കു മിക്സർ, ഒരു ഗ്രീൻ കളറില്ലേ, ഈ ഷെയ്ഡും ഒക്കെ ഒത്തിരി കളറിൻ്റെ കൂടെ മാച്ച് ആവും കേട്ടോ. നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിതും. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് മെയിൻ ഷെയ്ഡ്സ് എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആയി പൊക്കോളും. യെല്ലോ, ഗ്രീനിൻ്റെ തന്നെ എല്ലാ ഷെയ്ഡ്സും, പിന്നെ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ്, മജന്ത ഷെയ്ഡ്സ്, വൈൻ കളറ്, ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിനെയും കൂടെ മാച്ച് ആവുന്ന ഒരു ഷെയ്ഡായത്. ഡാർക്ക് ചിക്കു എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഗ്രീനിഷ് ചിക്കു കളർ കേട്ടോ. ഒത്തിരി കളറിൻ്റെ കൂടെ മാച്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടവർക്ക് അങ്ങനെ അയക്കാം. കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കളേഴ്സ് എല്ലാം കാണണമെങ്കിൽ സൈറ്റിൽ കയറി നോക്കിയിട്ട് അങ്ങനെ വേണം സെലക്ട് ചെയ്യാം. അതിന് ഞാൻ ഒരു ഓപ്ഷൻ തന്നെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ അയക്കാം. പക്ഷേ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് ബാർകോഡ് കാണുന്ന രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനും സെയിം റേറ്റ് ആട്ടോ. അടുത്ത കളർ കാണാം. നമുക്ക് നെക്സ്റ്റ് വരുന്നത് കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു മജന്ത പിങ്ക് ടോൺ ആണ്. ഒരുപാട് മജന്തയല്ല കേട്ടോ, ഇതിൽ കാണുമ്പോൾ റെഡ് പോലെയാണ് തോന്നിക്കുന്നത്. പക്ഷേ റെഡിൻ്റെ ഷെയ്ഡല്ല, കുറച്ചുകൂടി ഒരു റൂബി മിക്സർ, ഒരു പിങ്ക് മിക്സർ. ഇപ്പോൾ ഈ അടുപ്പിക്കുമ്പോൾ ഉള്ള ഏകദേശം ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കളറാണ്. അതും നിങ്ങൾക്ക് ഇനി ഫോണിൻ്റെ അകത്ത് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ബ്രൈറ്റർ, മറ്റേ റെഡ് അല്ല, കുറച്ച് പിങ്കിൻ്റെ ഡാർക്കർ ഒരു ഷെയ്ഡെന്നോ അങ്ങനെ പറയാവുന്നൊരു കളർ. സൈറ്റിൽ കൊടുത്തേക്കാവേ. സൈറ്റിലാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പം കറക്റ്റ് കിട്ടുമോ നോക്കട്ടെ. മാക്സിമം കിട്ടുന്ന നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ എടുത്തേക്കാം. ബാക്കിയെല്ലാം സെയിം ആട്ടോ. പ്രത്യേകിച്ച് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം. സൈറ്റിൽ കയറി നോക്കിയിട്ട് കളേഴ്സ് വേറെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ കളേഴ്സ് വരുന്ന അനുസരിച്ച് ഞാൻ ഈ സൈറ്റിലോട്ട് ആഡ് ചെയ്തോളാം കേട്ടോ. കുറേ ഷെയ്ഡ്സ് വരാനുണ്ട്. അപ്പോൾ ഇന്നത്തേൻ്റെ അകത്ത് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ സൈറ്റിൽ കയറി നോക്കുക. അടുത്ത ഷെയ്ഡ് കാണാം. നമുക്ക് അടുത്ത ഷെയ്ഡ് ഇതൊരു നല്ല മസ്റ്റാർഡിലുള്ള ഷെയ്ഡാട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രീൻ പോലെ തോന്നും. ഇപ്പം ഏകദേശം സെയിം കളറാണ്. അപ്പോൾ യെല്ലോ വേണ്ടവർ എടുത്തോ കേട്ടോ. നല്ല കളറ്, നല്ല മെറ്റീരിയൽ, ഭയങ്കര നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ. മെയിനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇത്രയും ചോദ്യം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നല്ല ഷെയ്ഡ്സ് കിട്ടും ഈ ഒരു ഫാബ്രിക്കിൽ. നല്ല പക്ക നല്ല കളേഴ്സ്, നല്ല തെളിഞ്ഞ കളേഴ്സ് കിട്ടും. ഇതാട്ടോ ഏകദേശം ഷെയ്ഡ്. പിരിച്ചു പിടിക്കുമ്പോൾ ഒരു ഗ്രീൻ പോലെ തോന്നിക്കുന്നില്ലേ, ഏകദേശം ഈ ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. എല്ലാം ഞാൻ പതുക്കെ ആഡ് ചെയ്തേക്കാം. ഓരോ ഷെയ്ഡ്സിനെയും നമ്മൾ വരുന്ന പോലെ സൈറ്റിലോട്ട് ആഡ് ചെയ്തോളാം. സൈസസ് നോക്കിയിട്ട് എടുത്താൽ മതി. മീഡിയം തൊട്ട് ഉള്ളവർക്ക് പറ്റുന്ന രീതിക്ക് തന്നെയാട്ടോ എക്സലും ചെയ്തേക്കുന്നത്. നമുക്ക് കറക്റ്റ് ഫിറ്റിങ്സാണ്. നമുക്ക് ഇവിടം കൊണ്ട് കറക്റ്റായിട്ട് കിടക്കും. ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും ഒരുപാട് അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിലല്ല, ഭയങ്കര കംഫർട്ടബിളായിട്ട് കുറച്ച് ലൂസ് കൊടുത്തിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പം എല്ലാത്തിനും റേറ്റ് സെയിം ആണ്, 490 അടുത്ത വീഡിയോ.